നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം ആര് നേടും? കട്ട പോരാട്ടമാണ്. സലായിയുടെ പേര് പറയുന്നവരുണ്ട്, റാഫിജയ്ക്ക് കിട്ടുമെന്ന് പറയുന്നവരും, ലാമിൻ യമാലിന് കിട്ടുമെന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരത്തിൽ നിലവിലെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ തലപ്പത്തുള്ളത് ബാഴ്സ താരങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട ബെറ്റിങ്സ് ഒക്കെ നടത്തുന്ന ഒരു ഏജൻസിയുടെ കണക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും അധികം സാധ്യത ബാലൻഡിയോർ സാധ്യതയുള്ള താരങ്ങളുടെ ലിസ്റ്റ്, അതിലുള്ള 6 പേരുടെ ലിസ്റ്റ് നോക്കിയാൽ കിലിൻ എംബാപ്പയുടെ സാധ്യത, ഇത്തവണത്തെ ബാലൻഡിയോർ സാധ്യത വെറും 2% മാത്രമാണ് ഇപ്പോഴുള്ളത്. പെഡ്രിയെ പലരും പറയുന്നുണ്ട്, പെഡ്രിക്ക് 5% ബാലൻഡിയോർ സാധ്യത കണക്കാക്കുന്നതെങ്കിൽ മോ സലാക്ക് 9% ബാലൻഡിയോർ സാധ്യത കണക്കാക്കുന്നു. ഓസ്മാൻ ഡെമ്പലെ ഇത്തവണ PSG എങ്ങാനും UCL നേടിയാൽ അദ്ദേഹം അത് കൊണ്ടുപോകും. 18% അദ്ദേഹത്തിൻ്റെ ബാലൻഡിയോർ വിന്നിങ് സാധ്യത ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത്. അതേസമയം രണ്ടാമതാണ് ഇപ്പോൾ ലാമിൻ യമാലുള്ളത്. 17കാരൻ്റെ വിസ്മയ പ്രകടനം തുടരുമ്പോൾ 27% അദ്ദേഹത്തിന് ബാലൻഡിയോർ വിന്നിങ് സാധ്യത കണക്കാക്കുന്നു. ഒന്നാമത് റാഫീഞ്ഞയാണ് 35%. അതാ പറഞ്ഞത്, ഒന്നുകിൽ റാഫീഞ്ഞ അല്ലെങ്കിൽ ലാമിൻ യമാൽ, ഇവരിൽ ഒരാൾ ഇത്തവണ ബാലൻഡിയോർ കൊണ്ടുപോകാനാണ് കൂടുതൽ സാധ്യത. അങ്ങനെയെങ്കിൽ ആരാണെങ്കിലും അത് ബാഴ്സയുടെ കയ്യിലെത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുടെ ടോപ്പ് 5 നോക്കുക. അതിൽ റാഫിഞ്ഞ ഒന്നാമത്, ലാമിൻ യമാൽ രണ്ടാമത്, അഞ്ചാമത് പെഡ്രിയുമുണ്ട്. ടോപ്പ് 5ൽ 3 ബാഴ്സ താരങ്ങൾ. ഇത് ബാഴ്സയുടെ കുട്ടികൾ പൊളിച്ചടുക്കിയ സീസൺ തന്നെയാണ്. അവർക്ക് ആ ബാലൻഡിയോർ കിട്ടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.